ഹലോ, എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. കുറേ നാൾക്ക് ശേഷമാണ് ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ചെയ്യാൻ ഭയങ്കര ഒരു എന്താ പറയുന്നത്, നമുക്ക് ഷോർട്സൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കിൽ വീഡിയോ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി. അപ്പോൾ എന്തായാലും അതിനെപ്പറ്റിയാണെങ്കിലും എല്ലാ കാര്യങ്ങളും നമുക്ക് സംസാരിക്കണമല്ലോ. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതൊരു നല്ല ദിവസമാണ് ഇന്നൊരു വൃശ്ചികം 1 അപ്പോൾ ആ ദിവസം തന്നെ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു എനർജി ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ എല്ലാവർക്കും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ആദ്യമേ നന്ദി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വിളക്കൊക്കെ കത്തിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാമേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് വൃശ്ചികം 1 മാത്രമാണ് രാവിലെ എണീറ്റ് കുളിച്ചിട്ട് വിളക്കൊക്കെ വെക്കുന്നത്. അല്ലെങ്കിൽ വൈകുന്നേരമാണ് നമ്മൾ വിളക്കൊക്കെ കത്തിക്കാറൊക്കെ ഉള്ളത്. കുളിക്കുന്നതും വിളക്ക് കത്തിക്കുന്നതും ഒക്കെ വൈകുന്നേരമാണ്. രാവിലെ ഭയങ്കര മടിയായിരിക്കും. എനിക്ക് പൊതുവേ രാവിലെ എണീക്കാനേ ഭയങ്കര മടിയാണ്. പണ്ട് തൊട്ടേ അങ്ങനെ. രാത്രി എത്ര നേരം വേണമെങ്കിലും ഇരിക്കും. പക്ഷെ രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാണ്. അപ്പം അങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ ഇപ്പം ഈ വൃശ്ചികം 1 തൊട്ട് ഒരു 2 ആഴ്ചത്തേക്ക് ഹസ്ബൻഡും മോളും നോയമ്പെടുത്തേക്കും. അപ്പം അതുകൊണ്ട് ഞാൻ രാവിലെ അവർക്ക് ഫുഡ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ രാവിലെ എണീറ്റ് കുളിച്ചിട്ടേ ഫുഡൊക്കെ ഉണ്ടാക്കുകയുള്ളൂ, വിളക്കൊക്കെ കത്തിച്ച്. അതുകൊണ്ടാണേ. അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെ എടുക്കണം എന്ന് അറിയത്തില്ല. ഞാൻ ജസ്റ്റ് ഞാൻ എന്തൊക്കെ ചെയ്യുന്നു ആ രീതിയിൽ അങ്ങ് എടുക്കാം കേട്ടോ. ഇവിടെ അമേരിക്കയിൽ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലെ എന്ത് ആഘോഷങ്ങളാണെങ്കിലും ശരി, അതിൻ്റെ ഒരു വൈബ് ഇവിടെ കിട്ടാൻ നമുക്ക് ഭയങ്കര പാടാണ്. കാരണം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാവരും അമേരിക്കക്കാരോ അല്ലെ വേറെ ആൾക്കാർ മൈഗ്രൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ രീതികൾ നമ്മൾ തന്നെ കൊണ്ടുവന്നാലേ നമുക്ക് അതൊക്കെ ഫോളോ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ആഘോഷം ഉണ്ടെങ്കിലും ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അതിങ്ങനെ ചെറിയ രീതിയിലാണെങ്കിലും ഇങ്ങനെ ആഘോഷിക്കാനൊക്കെ നോക്കാറുണ്ട് കേട്ടോ. അത് മാക്സിമം ശ്രമിക്കാറുണ്ട്. അപ്പം ഞങ്ങൾ നേരത്തെ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ അവിടെ ആണെങ്കിലും ഇതേപോലെ തന്നെയായിരുന്നു. നമ്മൾ എന്ത് ആഘോഷമാണെങ്കിലും നമ്മുടെ രീതിയിൽ നമ്മൾ ആഘോഷിക്കും. നമ്മൾ തന്നെ വൈബ് ഉണ്ടാക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ. അത്രേ ചെയ്യാൻ പറ്റുള്ളല്ലോ. ഞങ്ങളിവിടെ അമേരിക്കയിൽ വന്നിട്ട് ഇപ്പോൾ 1 വർഷമായിട്ടോ. കഴിഞ്ഞ ഒക്ടോബർ 2023 ഒക്ടോബറിലാണ് വന്നത്. അപ്പോൾ ഈ ഒരു വർഷമായപ്പം നമ്മൾ ഈ അമേരിക്കയായിട്ടൊന്ന് സെറ്റായിട്ടൊക്കെ വന്നതേ ഉള്ളൂ. അതുപോലെ ഞാൻ ഈ ചാനൽ തുടങ്ങിയതെന്ന് പറയുന്നത് 2023 നവംബറിലാണ്. ഇപ്പോൾ 1 വർഷം കറക്റ്റ് ആകുന്നു. അപ്പം അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു വർഷം കൊണ്ട് എനിക്കൊരു 1000 ഫാമിലി കിട്ടിയല്ലോ. അപ്പോൾ അതിൻ്റെ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് ആദ്യം കരുതി. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ തുടങ്ങിയ ഒരു ചാനലാണ് ഇത്. ഞാൻ ഈ ഒരു ചാനൽ ക്രിയേറ്റ് മീൻസ് എപ്പോഴോ ഈ ഒരു ചാനൽ എനിക്ക് ക്രിയേറ്റ് ആയതാണ് സത്യത്തിൽ. 2014 എന്തോ ഇത് ക്രിയേറ്റ് ആയി. പക്ഷേ അങ്ങനെ ഒരു ചാനൽ എനിക്ക് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. മെയിൽ ഐഡിയിൽ എന്തോ ലിങ്ക് ആയപ്പോൾ അങ്ങനെ ഒരു ചാനൽ വന്നു. പക്ഷേ അതിനകത്ത് ഞാൻ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഞാൻ പക്കായിട്ട് ആദ്യമേ ഇടാൻ തുടങ്ങിയ നവംബറിലാണ്, കഴിഞ്ഞ വർഷം 2023. ഇപ്പോൾ 1 വർഷം ആയപ്പോൾ അതിന് മുന്നേ തന്നെ എനിക്കിപ്പോൾ ആ ഒരു 1000 സബ്സ്ക്രൈബേഴ്സായി. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അത്രയും പേർക്ക് നമ്മളോടൊരു ഇഷ്ടം തോന്നുന്നതുകൊണ്ടാണല്ലോ നമ്മളിടുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇടുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു എല്ലാവർക്കും ഒരു ഇഷ്ടം വരുന്നുണ്ടല്ലോ എന്നറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു വർഷം മുമ്പെങ്കിലും 1000 പേരെങ്കിലും എന്നെ ഇഷ്ടപ്പെടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. അപ്പോൾ ആദ്യം തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ആദ്യം തന്നെ ഒരു താങ്ക് യു പറയുന്നു കേട്ടോ. അപ്പോൾ ഇനിയും ഞാൻ വീഡിയോസ് ഇടുമ്പോഴും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ ആ ഒരു ജേർണി ഞാൻ പറയാം കേട്ടോ. ഞാൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാമേ. ഞാൻ പൊതുവേ എന്നെപ്പറ്റി ഇൻട്രൊഡ്യൂസ് ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ ഒരു ചാനലിനകത്ത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ പേര്, എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. എൻ്റെ പേര് അപർണ പ്രസാദ് എന്നാണ്. അപ്പോൾ എൻ്റെ നാട് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ ഞാൻ പ്രോപ്പർ പത്തനംതിട്ടയാണ്.
ഹസ്ബൻഡ് മലയാലപ്പുഴയാണ്. പത്തനംതിട്ടയിൽ തന്നെയുള്ളൊരു വേറൊരു സ്ഥലമാണ്. അപ്പം ഞങ്ങള് നേരത്തെ, അതായത് ഇവിടെ യുഎസിൽ വരുന്നതിന് മുന്നേ ബാംഗ്ലൂരായിരുന്നു ഹസ്ബൻഡും ഞാനും വർക്ക് ചെയ്തിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് മോൾക്കിപ്പം 1.5 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ യുഎസിലോട്ട് വന്നു. ഇപ്പോൾ 1 വർഷം ആകുന്നു. അതൊക്കെയാണ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നില്ല. ആള് വർക്ക് ചെയ്യുന്നുണ്ട്. ആള് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു ഡീറ്റെയിൽ. ഞാൻ സിവിൽ എഞ്ചിനീയർ ആണ്. ഞാൻ സ്ട്രക്ചറിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, സിവിലിലെ. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ. മോൾക്ക് ഇപ്പോൾ ഒരു 3 വയസ്സാകാൻ പോകുന്നു. ഞാൻ വന്നപ്പോൾ 1.5 വയസ്സുള്ളായിരുന്നു. ഇപ്പോൾ 3 വയസ്സാകാൻ പോകുന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്നു ഞങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞോട്ടെ, ഞാൻ ഇപ്പം രാവിലെ ഉപ്പുമാവാക്കിയിട്ടുണ്ട് കേട്ടോ. പൊതുവെ വീക്കെൻഡ് ആയതുകൊണ്ട് ലേറ്റായിട്ട് എണീറ്റു. പിന്നെ അതുപോലെ തന്നെ കുളിച്ചിട്ട് ഒക്കെ അല്ലേ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പൊതുവെ എളുപ്പമായിട്ട് ഉണ്ടാക്കാവുന്ന ഉപ്പുമാവ് തന്നെ, അല്ലെ പുട്ട് ഒക്കെയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പം ഇന്നിപ്പം ഫുള്ള് വെജ് ആയിരിക്കുമല്ലോ. അപ്പോൾ വെജിൽ കുറച്ച് ഓപ്ഷൻസ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. മീൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് നമ്മുടെ ചോറിൻ്റെ കൂടെ. അപ്പോൾ രാവിലെ ഉപ്പുമാവൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് മോളെ വിളിച്ച് എണ്ണിപ്പിച്ചിട്ട് അവളെ കുളിപ്പിച്ചിട്ട് കഴിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. നിങ്ങൾ വിചാരിക്കലും ഞാൻ ഭയങ്കര എന്താ പറയുക അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ വല്ലപ്പോഴും ആണ് ഇതേപോലൊക്കെ എന്തെങ്കിലുമൊക്കെ നൊയമ്പോ കാര്യങ്ങളൊക്കെ എടുക്കാൻ. ഞാൻ പൊതുവെ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. രാവിലെ എണ്ണിക്കാനുള്ള മടി കൊണ്ട് തന്നെയാണ് പൊതുവെ ഞാൻ നൊയമ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാതിരിക്കുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ കൂട്ട് തന്നെ അതേ സ്വഭാവമുള്ള ഒരുപാട് പേര് എന്തായാലും ഉണ്ടാവും. കാരണം നോയമ്പെടുക്കണമെന്ന് ആഗ്രഹം കാണും, പക്ഷെ രാവിലെ എണീറ്റ് കുളിക്കാനും എണ്ണിക്കാനും ഒക്കെ ഉള്ള മടി കൊണ്ട് എടുക്കാത്ത ഒരുപാട് പേര് കാണും. എനിക്ക് വെജ് കഴിക്കാനും ഒക്കെ ഒരു മടിയില്ല. അതിനൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേങ്കിൽ എന്താ പറയുക, ഇതുപോലെ എണ്ണിക്കാനുള്ള മടി കൊണ്ടാണ് പലപ്പോഴും ഞാൻ നോയമ്പെടുക്കാത്തത്. അതിപ്പോൾ എൻ്റെ അമ്മയ്ക്കൊക്കെ ആണെങ്കിലും ഒക്കെ നന്നായിട്ട് അറിയാം ഞാൻ അങ്ങനെ എടുക്കാത്ത അതുകൊണ്ടാണെന്ന്. അതുകൊണ്ട് ആരും എന്നെ നിർബന്ധിക്കാറുമില്ല, ഇങ്ങനെ എടുക്കുന്നൊന്നും നിർബന്ധിക്കത്തുമില്ല. പക്ഷെ എനിക്ക് തോന്നിയാൽ ഞാൻ എന്തായാലും എടുക്കും. അപ്പോൾ ഇത് എന്തായാലും ഒരു സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാ വർഷവും എടുക്കുന്ന ആയതുകൊണ്ട് ഈ ഒരു നോയമ്പ് ഉറപ്പായിട്ടും ഞങ്ങൾ എടുക്കും. അപ്പം അതുകൊണ്ട് ഈ ഹസ്ബൻഡ് ആണെങ്കിലും അയ്യപ്പ ഭക്തനായതുകൊണ്ട് ആളെന്തായാലും എടുക്കും. അപ്പോൾ എന്തായാലും ഞാനും എടുക്കും. അതുകൊണ്ട് എന്തായാലും അതെടുക്കാറുണ്ട്. ഞാനുണ്ടല്ലോ സാധാരണ ഈ ഉപ്പുമാവൊക്കെ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത്. ഞാൻ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിലോട്ട് റവ ഇട്ടുണ്ടാക്കുന്നത്. പക്ഷേ എനിക്കത് ഒരിക്കലും ശരിയാവാറേ ഇല്ല. മിക്കപ്പോഴും ഒന്നെങ്കിൽ അത് കുഴഞ്ഞു പോവും, അല്ലെങ്കിൽ ഒട്ടും വെള്ളമില്ലാത്ത അവസ്ഥ അങ്ങനെ വരാറുള്ളതുകൊണ്ട് ഞാനിങ്ങനെ എന്താ പറയുന്നത്, ജസ്റ്റ് ഇതെല്ലാം വറുത്തിട്ട് അതിലോട്ട് ഞാൻ ചൂടുവെള്ളം ഇങ്ങനെ ഒഴിക്കുകയാണ്. അങ്ങനെ ഒഴിക്കുമ്പോൾ എനിക്ക് ഒരിക്കലും അത് ഫ്ലോപ്പ് ആകാറില്ല. അല്ലെങ്കിൽ എപ്പോഴും എനിക്കത് ഫ്ലോപ്പ് ആകാറുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതുപോലെ നന്നായിട്ട് റവ വറുത്തിട്ട് പിന്നെ നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് റവയും ഇട്ടിട്ട് ഞാൻ ചൂടുവെള്ളം ഒഴിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇപ്പം എല്ലാ റവയിലും വെള്ളം പെരണ്ട് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു 3-4 സ്പൂൺ കൂടെ എക്സ്ട്രാ ഒഴിക്കും. അപ്പോഴത്തേക്ക് മൊത്തത്തിൽ എന്തെങ്കിലും പെരളാനുണ്ടെങ്കിൽ അതുകൂടെ ആകും. എന്നിട്ട് ഞാൻ ജസ്റ്റ് തേങ്ങായും ഒന്ന് വിതറിയിട്ട് കുറച്ച് നെയ്യൂടെ ഒഴിക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്കറിയത്തില്ല, അല്ലാതെ ഉണ്ടാക്കുന്നവർക്ക് ചിലപ്പം ശരിയാവും. പക്ഷെ പലപ്പോഴും പല പല ടൈപ്പ് ഓഫ് റവയാണ് കിട്ടുന്നത് കൊണ്ട് ചിലപ്പോൾ ഒരു റവ വെച്ച് ഉണ്ടാക്കുന്നത് അടുത്ത റവയിൽ ശരിയാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്കത് സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയാണ് എൻ്റെ ഈ ദിവസത്തെ ഏറ്റവും വലിയ പണി തുടങ്ങാൻ പോകുന്നത്. അതായത് മോളെ ഒന്ന് റെഡിയാക്കി അവളെ ഒന്ന് കഴിപ്പിച്ച് കുളിപ്പിച്ച് എല്ലാം റെഡിയാക്കാൻ. അപ്പം ആദ്യം തന്നെ ഒന്ന് കുളിപ്പിച്ചിട്ട് ഫുഡൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചില ദിവസം തന്നെത്താനെ എണ്ണീറ്റ് വരും, ചില ദിവസം നമ്മൾ എത്ര വിളിച്ചാലും എണ്ണിക്കത്തില്ല. അപ്പോൾ ഓരോ പിള്ളേർക്ക് ഓരോ ടൈപ്പ് ആയിരിക്കുമല്ലോ സ്വഭാവം. അപ്പോൾ ദേവുവിനും പൊതുവെ അങ്ങനെയാണ്. പിന്നെ വഴക്കൊന്നും അധികമൊന്നും ഇല്ല. കുളിക്കാൻ നേരത്തൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു കളിപ്പാട്ടം
കളിപ്പാട്ടം കൊടുത്താൽ മതി. ഞാനാണെങ്കിൽ പൊതുവെ എന്തെങ്കിലും ഒരു നമ്മുടെ ഈ ബോട്ടൊക്കെ ഇല്ലേ അതൊക്കെ എടുത്ത് ഒരു ബക്കറ്റും ഒക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുളിക്കാൻ ഭയങ്കര ആവേശമായിട്ട് വരും. അതിനൊന്നും പ്രശ്നമില്ല. അപ്പം കുളിക്കാൻ ഭയങ്കര മടിയുള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർ കുളിക്കുന്ന സ്ഥലത്ത് കുറേ കളിപ്പാട്ടങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയാണ് അവളെ റെഡിയാക്കി കുളിപ്പിച്ചെടുക്കുന്നത്. ഇന്നിപ്പോൾ എങ്ങനോ അമ്പലത്തിൽ പോകുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഒരാൾക്ക് നല്ല ഡ്രസ്സ് തന്നെ ഇടണമെന്നും പറഞ്ഞ് നല്ല ഡ്രസ്സ് എന്നെ കൊണ്ട് ഇടിയിപ്പിച്ചേക്കുക കേട്ടോ. അപ്പോൾ ചില ദിവസം ചില വാശികളൊക്കെ നമ്മൾ സമ്മതിച്ചു കൊടുക്കും. എപ്പോഴും എല്ലാ വാശികളും ഒന്നും സമ്മതിക്കത്തില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ നല്ല ദിവസമാണല്ലോ എന്ന് നല്ല ഉടുപ്പിട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ സമ്മതിച്ചു കേട്ടോ. ഇത് ഉപ്പുമാവ് തിന്നിട്ട് എല്ലാം തരാം. ഓക്കെ ഓക്കെ ആണോ? ഇങ്ങനെ വെക്ക്, ഇങ്ങനെ വെക്ക്. ഓക്കെ ആണോ? റെഡിയായോ? Are you ready for eating? Nuts വേണം. nuts എടുത്തോണ്ട്. എഗ്ഗില്ല. എഗ്ഗില്ല കേട്ടോ. വാ എന്റെ അമ്മ എന്തോരം നട്ട്സാ. ഞാൻ ഉപ്പുമാവ് കഴിക്കുമ്പോഴേ കുറച്ച് മിക്സ്ചർ കൂടെ കഴിക്കും കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ കൂടിയ പിന്നെ ഞാൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളത്. ആൾക്ക് എന്തുണ്ടെങ്കിലും ഉപ്പുമാവിൻ്റെ കൂടെ മിക്സ്ചറും വേണം. അപ്പോൾ അത് ഞാനിങ്ങനെ കഴിച്ച് എനിക്കിപ്പോൾ ഉപ്പുമാവ് കഴിക്കണമെങ്കിൽ മിക്സ്ചർ തന്നെ വേണം. അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേവു അത് തുടങ്ങിയിട്ടില്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് പറയും മിക്സ്ചർ വേണമെന്നൊക്കെ. ഞാനങ്ങനെ അവൾക്കങ്ങനെ കൊടുത്തിട്ടില്ല. അവൾക്ക് ഇത് ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ കൂടെ മുട്ടയും ഞാൻ വെക്കാറുണ്ട്. അപ്പം ഇന്ന് ഞാൻ വെക്കാത്തതിൻ്റെ ഒരു ചെറിയൊരു വിഷമം അവൾക്കുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോ കോളൊക്കെ ചെയ്യും കേട്ടോ ഇന്ത്യയിലോട്ട്. അപ്പം ഇപ്പം ആ സമയത്ത് എല്ലാവർക്കും അവിടെ രാത്രി ആയതുകൊണ്ട് ആ സമയത്താണ് ഞാൻ വീഡിയോ കോളൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിനി ഉച്ചക്കത്തേക്കുള്ള റെഡിയാക്കാൻ പോവാണേ. ഹസ്ബൻഡ് അപ്പോഴത്തേക്ക് വന്നു. ആൾ വെളിയിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകും രാവിലെ. അപ്പം വന്നിട്ട് ആ സമയത്താണ് ഫുഡ് കഴിക്കുന്നത്. മിക്കപ്പോഴും ആൾ ഈ ഒരു സമയത്താണ് 11 മണി സമയത്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നത്. എന്നിട്ട് ഞാനിപ്പോൾ ചോറ് എന്തായാലും വെജ് ആണല്ലോ, വെജ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും വെജേ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം ഈ ദിവസം ഫുള്ള് ഞാൻ എന്നും വീക്ക് ഡേ പോലെ അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വീക്കെൻഡിലൊന്നും എന്തെങ്കിലും സിമ്പിളായിട്ടുള്ളതേ ഒക്കെ ഉണ്ടാക്കാറുള്ളേ. അപ്പം ഇനി കാക്കേ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ എനിക്ക് പാട്ട് പാടണം എന്ന് പറഞ്ഞിട്ട് എന്നോട് നിർബന്ധിച്ച് ഷൂട്ട് ചെയ്യിപ്പിച്ചു കേട്ടോ. അങ്ങനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇടയ്ക്ക് നമ്മുടെ ചൂലുണ്ടല്ലോ, ചൂലിൻ്റെ ആ ഒരു കമ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് പാട്ടൊക്കെ പാടും, ഡാൻസൊക്കെ ചെയ്യും. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്.
എത്ര പേർക്ക് പാവയ്ക്ക ഇഷ്ടമാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ പൊതുവെ പാവയ്ക്ക നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ ഇവിടുത്തെ പാവയ്ക്കയ്ക്ക് നല്ല കളറാണ്. നല്ല കടും പച്ച കളറായിരിക്കും. അപ്പം നല്ല കയ്പ്പും അതുകൊണ്ട് ഉണ്ടാവുമേ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഉപ്പുവെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വെക്കുവേ. എന്നിട്ട് അത് നല്ലോണം പിഴിഞ്ഞ് കുറച്ച് അത് കളഞ്ഞിട്ട് ഞാൻ എന്ത് കറിയാണെങ്കിലും യൂസ് ചെയ്യത്തുള്ളൂ. മറ്റേ നമ്മുടെ നാട്ടിലെ പാവയ്ക്ക ഉണ്ടല്ലോ, ഒരു ലൈറ്റ് പച്ച, അത് അധികം കയ്പ്പുണ്ടാകത്തില്ല. അപ്പം അതിനിങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ കിട്ടുന്നതെല്ലാം ഈ ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നല്ല കയ്പ്പായിരിക്കും. അതുപോലെ തന്നെ ഇത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല മൊരിച്ചെടുത്ത് ഉണ്ടാക്കിയാൽ മാത്രമേ അത് എനിക്കിഷ്ടമുള്ളൂ. അല്ലാതെ ഈ പച്ച രീതിയിൽ ഉണ്ടാക്കുമ്പം എനിക്കത്ര ഇഷ്ടമില്ല. നല്ലതായിട്ട് മൊരിച്ച് നമ്മളൊരു ക്രിസ്പിനെസ് ഒക്കെ ആകുന്ന ആ ഒരു സ്റ്റേജിൽ ഉള്ള പാവയ്ക്കാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം ഞാൻ എപ്പോഴും മെഴുക്കുവരട്ടി പോലെയാണ് ഉണ്ടാക്കുന്നത്. മെഴുക്കുവരട്ടി എനിക്കറിയത്തില്ല മിക്കവാറും ചിലയിടത്ത് ഉപ്പേരി എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. അതായത് നമ്മൾ തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കത്തില്ലേ, ജസ്റ്റ് ഉപ്പും മുളകും ഒക്കെ ഇട്ടിട്ട് ഫ്രൈ പോലെ ഉണ്ടാക്കത്തില്ലേ, അങ്ങനെ ഉണ്ടാക്കാറാണ് പതിവ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഒരാൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നേ. ഇന്നത്തെ ഊണിന് കറിയൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ പച്ചമാങ്ങയില്ലേ, അത് വെച്ചൊരു ചമ്മന്തിയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ആ ഒരു പച്ചമാങ്ങയാണ് ദേവു ഇവിടെ നിന്ന് തിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൾക്കത് ഇഷ്ടപ്പെട്ടു, അതിൻ്റെ പുളിയൊക്കെ ഇഷ്ടപ്പെട്ടു. ഭയങ്കര സിമ്പിളാണല്ലോ പച്ചമാങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ. തേങ്ങായും ചമ്മന്തിയും പിന്നെ ഇഞ്ചിയും പിന്നെ പച്ചമുളകും. പച്ചമുളക് ഒത്തിരി എരി വേണ്ടെങ്കിൽ കുറച്ചിട്ടാൽ മതി, പിന്നെ ഉപ്പും, ഇത്രയേ ഉള്ളൂ. സംഭവം ഈസിയാണ്. അപ്പം വേറെ പുളിയൊന്നും ചേർക്കില്ല, കാരണം പച്ചമാങ്ങയെ തന്നെ നല്ല പുളിയുണ്ടല്ലോ. അപ്പോൾ അത് മാത്രം മതി. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് ഞാൻ വിചാരിച്ചു തീരുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിട്ട് ഉണ്ടാക്കിയാണ്. പക്ഷെ അത് ഫുള്ള് തീർന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ദേവു ആണേലും അത് കഴിച്ചു. ഞാൻ അധികം എരിയിടാതെ ഒരു മുളക് എന്തോ ഇട്ടിട്ടുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് മൊത്തം കഴിച്ചു. ഇനി നമ്മൾ മുക്കി വെച്ചില്ല ഉപ്പിൽ, ആ ഒരു പാവയ്ക്ക നല്ല പോലെ ഞെരടണേ. ഞെരടി അതിനകത്തുനിന്ന് ആ ഒരു കയ്പെല്ലാം നല്ല പോലെ ഞെരടി കളയണം. അപ്പോഴത്തേക്ക് നമ്മുടെ ആ വെള്ളത്തിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി പച്ചയാവുമേ. അതിനകത്ത് മൊത്തം കയ്പ് ഇങ്ങനെ സത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു വെള്ളം നമ്മൾ ഊറ്റി അങ്ങ് കളഞ്ഞാൽ മതി കേട്ടോ. സത്യത്തിൽ അത് നല്ലതാണ് കയ്പ്. നിങ്ങൾക്ക് ഇഷ്ടമാണ് അത്രയും കയ്പെങ്കിൽ നിങ്ങളത് കഴിച്ചോ, അത് നല്ലതാണ്. പക്ഷേ എനിക്ക് അത്രയും കയ്പ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനിത് കളയുന്നത്. പിന്നെ ജസ്റ്റ് നമ്മുടെ സവാള വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ എന്തായിരുന്നു മുളക് പൊടിയും കൂടെ ചേർത്തിട്ട്, അപ്പോൾ അതിലോട്ട് ജസ്റ്റ് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്യത്തേ ഉള്ളൂ. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കുറച്ച് അധികം നേരം ഇത് ഫ്രൈ ചെയ്യേണ്ടി വരും കേട്ടോ. ഇടയ്ക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് വേവിച്ചെടുത്തതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ കുറേ നേരം ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ മെഴുക്കുവരട്ടിക്കുണ്ട് കേട്ടോ. കുറേ സമയം എടുക്കും. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ എണ്ണയിൽ. അത് കുറച്ചുകൂടി ഓയിലി ആയിരിക്കും. പക്ഷേ ഇത് അതേപോലെ വരും, പക്ഷെ കുറേ സമയം എടുക്കുമെന്ന് മാത്രം. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഇതേപോലെ ചെയ്യുക. സമയം ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കണേ. ലാസ്റ്റായിട്ട് കുറച്ച് പനീറൂടെ ജസ്റ്റ് ഫ്രൈ ചെയ്യാണ്. ഞാൻ ഈസി മെത്തേഡിലാണ് ഫ്രൈ ചെയ്യുന്നത്. നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ജസ്റ്റ് ഓയിൽ ഒഴിച്ചിട്ട് അതിലോട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് ആ ഒരു എണ്ണയൊന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് ഞാൻ ജസ്റ്റ് പനീർ അതിനകത്തോട്ട് ഇട്ടൊന്ന് എന്താ പറയുക, ഫ്രൈ ചെയ്താക്കുമെന്ന്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പനീർ ഫ്രൈ ചെയ്യുമ്പോൾ ഏറ്റവും ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ ഫ്രൈ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ അത് ഭയങ്കര ഹാർഡായി പോവും. പനീർ പെട്ടെന്നുള്ള ചൂടിൽ പെട്ടെന്ന് സോഫ്റ്റായിട്ട് വരുന്നൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്ത് ക്രിസ്പി ആക്കി എടുത്താൽ മതി. ഭയങ്കര ടേസ്റ്റാണ്. ഇനി പനീർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് എന്നെപ്പോലെ ആദ്യമൊക്കെ ചിന്തിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്. ഇത് ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. ഇപ്പം നമ്മുടെ പാവയ്ക്കൊക്കെ ഒരു പകുതി ഇതായിട്ടുണ്ട്. ഇനിയും കുറച്ച് നേരം കൂടി ഇങ്ങനെ സ്ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ, അത് റെഡി ആവാനായിട്ട്. ആ ഒരു സമയത്ത് ദേവു എന്തെങ്കിലും കളിയിലൊക്കെ ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ ഒന്നെങ്കിൽ ഞാൻ കളിക്കാൻ കൊടുക്കും, അല്ലെ ഡാൻസ് വെക്കും. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഡാൻസൊക്കെ കളിക്കാൻ. അപ്പോൾ ഇപ്പോഴത്തെ എല്ലാ കുട്ടികൾക്കും ഡാൻസൊക്കെ
ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ടി വി ഒക്കെ വെച്ച് കൊടുത്താൽ അവർ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഒരുപാട് സമയം ടി വി കാണിക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ എല്ലാ അച്ഛനമ്മമാരെ പോലെ ഞാനും അങ്ങനെ വിചാരിച്ചത് ഒരിക്കലും ടി വി കാണിക്കില്ല എന്നൊക്കെ. പക്ഷേങ്കിൽ നമുക്ക് വേറെ വഴിയില്ല. ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവർ ടി വി കാണാറുണ്ട്. പല കാര്യങ്ങളും അതിൽ നിന്ന് പഠിക്കാറുമുണ്ട്. ഇപ്പം തന്നെ ചില കാർട്ടൂണൊക്കെ അവൾ കാണുമ്പോൾ അവൾക്ക് മനസ്സിലാവും എല്ലാം, അതിനകത്ത് വേർഡ്സും അത് ഇപ്പം സെൻറ്റൻസ് ഒക്കെ തന്നെ സംസാരിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം കുറേയൊക്കെ നല്ലതാണെങ്കിലും കുറേയൊക്കെ അതിൻ്റെ നെഗറ്റീവും ഉണ്ട്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ആ ആ വെരി ഗുഡ്. അങ്ങനെ അവൾക്ക് ഫുഡ് കൊടുത്ത് അവളെ ഉറക്കി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാറുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം അമ്പലത്തിൽ പോകുന്നുണ്ട്. അതായത് അയ്യപ്പൻ അമ്പലം, വൃശ്ചിക നോമ്പാണല്ലോ, അപ്പം അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ ഒരുപാട് അമ്പലങ്ങളുണ്ട്. അമേരിക്കയിൽ തന്നെ ഒരുപാട് അമ്പലങ്ങളുണ്ട്. നമ്മുടെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട്. പക്ഷെ അത് കുറച്ച് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു അമ്പലമാണ്. അപ്പം നമുക്ക് അയ്യപ്പൻ്റെ ഇതായതുകൊണ്ട് നമുക്ക് ആ ഒരു അമ്പലത്തിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കുറേ ദൂരെയാണ്. ഏകദേശം ഇവിടുന്ന് ഒരു ഒന്നൊന്നര മണിക്കൂർ, നല്ല ട്രാഫിക്കാണ്, ഒരു 1.5 മണിക്കൂർ, ഇല്ലെങ്കിൽ 1 മണിക്കൂറുണ്ട് അവിടെ എത്താനായിട്ട്. അയ്യപ്പ ക്ഷേത്രം ടാമ്പയിലാണ് ഈ ഒരു അയ്യപ്പ ക്ഷേത്രം. അപ്പം നമ്മുടെ സ്ഥലം ഒർലാൻഡോ ആണ്. ഇത് വേറൊരു സ്ഥലം, അതായത് ഫ്ലോറിഡയുടെ സ്റ്റേറ്റിൽ തന്നെയുള്ള വേറൊരു സ്ഥലത്ത്, ഒരു ഡിസ്ട്രിക്റ്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം അവിടെയാണ് ഈ അമ്പലം. അപ്പം കുറേ പേർക്ക് അറിയാമായിരിക്കും, അമേരിക്കയിൽ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു വലിയ കൊടുങ്കാറ്റൊക്കെ വന്നത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിച്ച സ്ഥലമാണ് ഈ ടാമ്പ. അപ്പം ആ ഒരു സ്ഥലത്താണ് ഈ അമ്പലം. അതൊക്കെ മാറി. അന്ന് കുറേ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ മാറി. ഇപ്പം അവിടെ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇവിടെ ഞങ്ങളുടെ ഒർലാൻഡോയിലും അത് നന്നായിട്ട് ബാധിച്ചു. പക്ഷേങ്കിൽ അവിടെ ബാധിച്ചതിൻ്റെ അത്രയും ബാധിച്ചിട്ടില്ല എന്ന് മാത്രം. കാറ്റൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു, പക്ഷെ വലുതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അമ്പലത്തിലോട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു വൈകുന്നേരത്തിലെ ഇവിടുത്തെ ഒരു റോഡ് ട്രിപ്പ് ഭയങ്കര അടിപൊളിയാണ്. കാരണം സൺസെറ്റ് നന്നായിട്ട്, നല്ല എടുത്തറിയാവുന്ന സൺസെറ്റ് ആയിരിക്കും. നല്ല കളറ് എന്താ വേരിയേഷനും ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ള സൺസെറ്റ് ആയിരിക്കും ഇവിടുത്തത്. അതൊരു പ്രത്യേകതയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ കാണാനാണ്. അപ്പോൾ അതെനിക്ക് വൈകുന്നേരങ്ങളിൽ യാത്ര പോകുന്നതാണ് ഇവിടെ ഏറ്റവും ഇഷ്ടം. കാരണം ഈ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് തന്നെ കേട്ടോ. അപ്പോൾ കുറേ യാത്ര ചെയ്തു. പക്ഷെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഇതുവരെ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊന്ന് നിർത്തിയിട്ട് ഞങ്ങൾ കുറച്ച് കോഫിയൊക്കെ കുടിച്ചിട്ട്, മോൾക്ക് ഒരു ജ്യൂസും വാങ്ങി കൊടുത്തു. ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ചിട്ട് വീണ്ടും യാത്ര ചെയ്തു കേട്ടോ. കാരണം 1.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ മോളെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അതിൻ്റെ ഇടയ്ക്കൊക്കെ നിർത്തി നമ്മൾ പോകുന്നതായിരിക്കും നല്ലത്. അപ്പോഴത്തേക്ക് ഇരുട്ട് കേട്ടോ. ഏകദേശം ഒരു 6 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. ഇവിടെ 5-5:30 ആകുമ്പോൾ തന്നെ ഫുള്ള് നമ്മൾ സൺസെറ്റ് ആയി കഴിയും. അപ്പൊ പിന്നെ 6 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പറയുകയും വേണ്ടല്ലോ, നല്ല കൂരിരുട്ടാ. അപ്പൊ അത്രയും സമയമായി. പിന്നെ അവിടെ ചെന്നു. ഈ അമ്പലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശബരിമല ഇല്ലേ, അതേ സെയിം 18ാം പടിയൊക്കെ അവർ അങ്ങനെ തന്നെ ഒരു മോഡൽ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ വൃശ്ചികം ഒന്നായതുകൊണ്ട് തന്നെ ആ 18ാം പടിയുടെ താഴെ അവർ പൂജകളൊക്കെ ചെയ്യുന്നുണ്ട്. അമ്പലത്തിന്റെ ഉള്ളിൽ ഞാൻ വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. പക്ഷെ ഞാൻ പുറത്തുനിന്ന് അമ്പലം എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നല്ലൊരു അമ്പലം, നല്ല ആംബിയൻസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു അമ്പലമാണ്. ഈ അമ്പലത്തില് ഒരു മയിലുണ്ട് കേട്ടോ. അവര് വളർത്തുന്ന മയിലാണ്. ആളെങ്ങും പോകത്തില്ല, അമ്പലത്തിൽ തന്നെ നിൽക്കും. അങ്ങനെ കെട്ടിയിട്ടോ അങ്ങനൊന്നും ഇല്ല, ഇങ്ങനെ അഴിച്ചങ്ങ് വിട്ടേക്കാണ്. ആളെങ്ങും പോകത്തില്ല. നമ്മൾ എപ്പോൾ വന്നാലും നമുക്ക് ഈ ഒരു മയിലിനെ കാണാൻ പറ്റും. നല്ല രസമാണ്. അപ്പൊ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിലും കയറി തൊഴുത് കഴിഞ്ഞിട്ട്, അപ്പോഴത്തേക്കും പടിപൂജ എന്ന് പറയുന്ന പൂജ തുടങ്ങിയിട്ടില്ല. ഏകദേശം 6:30-7 മണിക്കൊക്കെ തുടങ്ങത്തുള്ളൂ രാത്രിയിൽ. അപ്പം അതിന് മുന്നേ അപ്പം നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചു, പിന്നെ ഒരു ചായ കുടിച്ചല്ലേ ഉള്ളൂ. നമുക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പം അവിടെ തന്നെ ഒരു ചെറിയ ക്യാൻറ്റീൻ ഉണ്ട്. അപ്പം അവിടെ പോയിട്ട് എല്ലാവരും ദോശയാണ് ഓർഡർ ചെയ്തത്. ഫുഡ് ഭയങ്കര നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര ഇതല്ല, എന്നാലും കുഴപ്പമില്ല.
എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചിട്ട് നമ്മൾ പടിപൂജയ്ക്ക് നിന്നു കേട്ടോ. അത് കുറേ നേരം ഉണ്ടായിരുന്നു. ഒരു 1 1/2 മണിക്കൂർ, 1.5 മണിക്കൂർ എന്തായാലും ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും തൊഴുതിട്ട് ആണ് ഞങ്ങൾ പിന്നെ ഇറങ്ങിയത് കേട്ടോ. ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ലേറ്റായി. അവിടുത്തെ പൂജയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ 9:30 ഒക്കെ ആയി. വീട്ടിൽ വന്നപ്പോൾ 10:30 11 മണി ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങള് പിന്നെ അങ്ങ് മോക്കും നല്ല ക്ഷീണമായി. അവളും കിടന്നുറങ്ങി കേട്ടോ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു വ്ളോഗ്. അപ്പം ആദ്യമായിട്ടും അവസാനമായിട്ടും എനിക്ക് പറയാനുള്ളത്, എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും ഉള്ള ഒരു നന്ദിയാണ് കേട്ടോ. എല്ലാവർക്കും താങ്ക് യു. എൻ്റെ ഈ ഡെയിലി വ്ളോഗിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാം കേട്ടോ. അത് ഞാൻ തിരുത്തി അത് മാക്സിമം നല്ലതാക്കാൻ ഞാൻ നോക്കാം. അപ്പം എന്തെങ്കിലും സജഷൻസോ അല്ലെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടതോ ഇഷ്ടപ്പെടാത്തതോ എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാം കേട്ടോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.